ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാസിമുഹമ്മദ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചാണ്. ക്രിപ്റ്റോ കറൻസിയിൽ മുന്നേ ഏൺ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പല വീഡിയോസും ചെയ്തിരുന്നു. ക്രിപ്റ്റോ കറൻസിയിൽ കൂടുതലായിട്ട് ഏൺ ചെയ്യുന്നത് ട്രേഡ് ചെയ്തിട്ടാണ്. ഒരു ക്രിപ്റ്റോ കറൻസി നമ്മൾ വാങ്ങിക്കുന്നു, അതിന് വില കൂടുന്ന സമയത്ത് നമ്മൾ വിൽക്കുന്നു. അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കും. അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്തിട്ട് അതെവിടെയെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നു. ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുന്നു. ഇതിന് സ്റ്റേക്കിംഗ് എന്നൊക്കെ പറയും. സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഇയർലി ഇൻട്രസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ടും ഏർണിങ്സ് ലഭിക്കും. അതല്ലാതെ നമ്മൾ ക്രിപ്റ്റോ കറൻസിയിൽ പിന്നെ ഏൺ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആണ്. അതായത് ആർക്കെങ്കിലും നമ്മളത് കടത്തിന് കൊടുക്കുന്നു, അവരെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് വാങ്ങുന്നു. പിന്നെ എയർ ഡ്രോപ്സ്, നമ്മൾ വല്ല ക്രിപ്റ്റോ കറൻസി കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നു, അവർ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ടോക്കൺസ് എയർ ഡ്രോപ്സ് ആയിട്ട് നൽകും. അങ്ങനെയും ക്രിപ്റ്റോ കറൻസിയിൽ നിന്നും ഏൺ ചെയ്യാൻ പറ്റും. ഈ ഏർണിങ്സിനെല്ലാം പുറമെ പലതരം ഗെയിമിൽ പങ്കെടുത്തിട്ടും അല്ലെങ്കിൽ നമ്മൾ വാക്ക് ചെയ്ത് കഴിഞ്ഞാലോ റൺ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഏർണിങ്സ് തരാമെന്ന് പറഞ്ഞിട്ട് പല പ്ലാറ്റ്ഫോംസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഫേക്ക് പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഏതാണ് ജെനുവിൻ പ്രൊജക്റ്റുകൾ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സ്റ്റെപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമാണ്. അവരുടെ 2 ടോക്കൺസ് ഉണ്ട്. ഒന്ന് GMT എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും GST എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കണും. ഇതിൽ GMT എന്ന് പറയുന്ന അവരുടെ ടോക്കണ് ബിനാൻസിലൊക്കെ ലീസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കണാണ്. ട്വിറ്ററിൽ ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. 295K ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഈ പ്രൊജക്റ്റ് വലിയ കുഴപ്പമില്ല തോന്നിയിട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്തായാലും ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾക്ക് നന്നായിട്ട് നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, ഏർണിങ്സ് ഉണ്ടാക്കുക. ഞാൻ മുന്നേ പറഞ്ഞു, ഫ്രീ ഓഫ് റിസ്ക് നമുക്ക് പലതരത്തിലും വേറെയും ഏൺ ചെയ്യാൻ കഴിയും. സ്റ്റേക്ക് ചെയ്തിട്ട് ഏൺ ചെയ്യാം, ഹോൾഡ് ചെയ്തിട്ട് ഏൺ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ലേണിംഗ് പർപ്പസിന് മാത്രമായിട്ട് പരിചയപ്പെടുത്തി തരികയാണ്. ഹൈലി റിസ്ക് ആണ്. ചിലപ്പോൾ നല്ല ഏർണിങ്സ് ലഭിക്കാനും മതി, ഫ്ലോപ്പായി പോകാനും മതി. ഞാൻ എന്തായാലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിലും അതേപോലെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഇതിൽ സൈനപ്പ് ചെയ്യാൻ പറയും. നമ്മൾ ജസ്റ്റ് മെയിൽ അഡ്രസ്സ് വെച്ച് സൈനപ്പ് ചെയ്യുന്നു. സൈനപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു OTP നമ്മുടെ മെയിലിലോട്ട് വരും. ആ OTP വന്നു കഴിഞ്ഞാൽ വെരിഫിക്കേഷനായിട്ട് കൊടുത്ത് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഒരു ആക്ടിവേഷൻ കോഡ് നമ്മളോട് അവിടെ ആഡ് ചെയ്യാനാണ് പറയുന്നത്. ആക്ടിവേഷൻ കോഡ് കിട്ടാനാണ് വളരെ ബുദ്ധിമുട്ട്. ഒരു ദിവസം ആകെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് 1000 ആക്ടിവേഷൻ കോഡുള്ളൂ. അപ്പോൾ ഈ ആക്ടിവേഷൻ കോഡ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങൾ ഇന്ത്യൻ ടൈം വൈകിട്ട് 6:30 ആ ലിങ്കിലൂടെ കയറാൻ. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ മുന്നേ പറഞ്ഞ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഇമെയിൽ അഡ്രസ്സും വെരിഫിക്കേഷൻ കോഡും എല്ലാം കൊടുത്തതിന് ശേഷം ആക്ടിവേഷൻ കോഡ് എന്നുള്ള ആ ഇൻ്റർഫേസിൽ പോയിട്ട് നിങ്ങൾ നിൽക്കണം. ഓക്കെ, എന്നിട്ട് വേണം ഈ കറക്റ്റ് 6:30 ആവുന്ന സമയത്ത് ഈ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാപ്ച വെരിഫൈ ചെയ്യാണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ കോഡ് കിട്ടും. ഈ ഭാഗത്ത് കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഇൻ്റർഫേസ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും. പിന്നെ വരുന്ന ഇൻ്റർഫേസ്, ഈ ഇൻ്റർഫേസിൽ ഈ ഷൂവിൻ്റെ ഭാഗത്ത് ഒരു പ്ലസ് എന്നുള്ളൊരു ചിഹ്നം ഉണ്ടാവും, സ്റ്റാർട്ട് എന്നും ഉണ്ടാവും. ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത് 2 നെറ്റ്വർക്കിലാണ്. ഒന്ന് സൊലാന നെറ്റ്വർക്ക്, പിന്നെ നമ്മുടെ ബിനാൻസിൻ്റെ BSC നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ ഏത് നെറ്റ്വർക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊലാന നെറ്റ്വർക്കാണ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഷൂ വാങ്ങിച്ചിട്ട്, ഷൂ എന്ന് പറയുന്നത് ഇതിൽ NFT ആണ്. ഈ NFT നമ്മൾ വാങ്ങിച്ചിട്ട് വേണം നമ്മളിതിൽ ഏർണിങ്സ് ഉണ്ടാക്കാൻ. ഈ NFTക്ക് വളരെയധികം റേറ്റ് ഉള്ളത് കാരണം തന്നെ സൊലാന നെറ്റ്വർക്കിലാണ് റേറ്റ് കുറവ്. ഓക്കെ, റേറ്റ് കേട്ടാൽ തന്നെ നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത് ചിന്തിച്ചു പോകും. നല്ല റേറ്റാണ് ഇതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഏത് നെറ്റ്വർക്കിലാണോ ആ നെറ്റ്വർക്ക് കൂടി അവിടെ സൈനപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കും, സൊലാന നെറ്റ്വർക്കിലാണോ ബിനാൻസ് നെറ്റ്വർക്കിലാണോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ സൊലാനോ നെറ്റ്വർക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൊലാനോ നെറ്റ്വർക്കിലായിരിക്കും. അതിനുശേഷം നമ്മൾ
ബിനാൻസിൽ നമ്മളെ കയ്യിലുള്ള സൊലാനോ എന്ന് പറയുന്ന ആ ടോക്കണ് നമ്മൾ വാങ്ങിക്കണം ബിനാൻസിൽ നിന്നും. എന്നിട്ട് ബിനാൻസിൽ നിന്നും ഈ സൊലാനോ എന്ന് പറയുന്ന ആ ടോക്കണ് എത്രയാണോ ആവശ്യം അത്രയും ടോക്കണ് നമ്മൾ സൊലാനോ വാലറ്റിലോട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ഇൻ്റർഫേസ് ബിനാൻസിലാണ്. വിഡ്രോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സൊലാനോ എന്നുള്ള നെറ്റ്വർക്ക് തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫണ്ട് നഷ്ടമാവും. നമ്മൾ സൊലാനോ നെറ്റ്വർക്കിലാണല്ലോ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സ്റ്റെപ്പൻ പ്ലാറ്റ്ഫോമിലെ സൊലാനോ നെറ്റ്വർക്കിൻ്റെ അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ബിനാൻസിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അഡ്രസ്സ് കറക്റ്റായിട്ട് ഓക്കെ ആക്കിയതിന് ശേഷം അവിടെ എത്ര സൊലാനയാണോ സെൻഡ് ചെയ്യേണ്ടത് നോക്കിയിട്ട് കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫണ്ട് സൊലാനോ വാലറ്റിൽ എത്തിയിട്ടുണ്ട്. സൊലാനോ വാലറ്റിൽ നിന്നും നമ്മൾ സ്പെൻഡിങ് വാലറ്റിലോട്ട് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രാൻസാക്ഷൻ ഫീസ് ആരും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ഈ സ്പെൻഡിങ് വാലറ്റിലുള്ള ഈ സൊലാനോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള ഈ NFT പർച്ചേസ് ചെയ്യാണ്. കൺഫേം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ NFT പർച്ചേസായി. ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ്. അടുത്ത ദിവസം ജസ്റ്റ് മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ GPS ലൊക്കേഷൻ ഓൺ ആക്കാൻ പറയുന്നുണ്ട്. സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസ് യുവർ ലൊക്കേഷൻ, ആക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഓരോ നടത്തത്തിലും നമ്മുടെ എനർജി ലെവൽ ഇങ്ങനെ കുറഞ്ഞു വരും. എനർജി 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് 2 എനർജി ലെവൽ ഉണ്ട്, പക്ഷേ ഇവിടെ എനർജി ലെവൽ 1 വരെ ഉള്ളൂ, ഫില്ലായിട്ടുള്ളൂ. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എനർജി ലെവൽ മുകളിൽ കാണാം 1 ആണ്. നമ്മൾ സ്പീഡാണ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നടത്തത്തിൻ്റെ സ്പീഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നുണ്ട്. മാക്സിമം കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്പീഡിൽ നടക്കാനാണ് പറയുന്നത്. എന്നാലും നമുക്ക് കൂടുതൽ ഏർണിങ്സ് ലഭിക്കുകയുള്ളൂ. ഈ ഷൂവിൻ്റെ ആ ചിഹ്നത്തിൻ്റെ അടുത്ത് ഒരു +0.00 എന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഏർണിങ്സ് കാണിക്കുക, നമുക്ക് എത്ര ടോക്കൺസ് കിട്ടി എന്നുള്ളത്. നമുക്ക് GST ടോക്കൺസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ മുകളിൽ എൻ്റെ എനർജി കഴിഞ്ഞിട്ടുണ്ട്. ഈ എനർജി കുറച്ച് കഴിഞ്ഞാൽ റീഫിൽ ചെയ്യും. അതായത് മിക്കവാറും 5 hours എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനർജി ഇനി റീഫിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 എനർജി ലെവൽ വരെ കിട്ടിയിട്ടാണ് ഇനി അടുത്ത വാക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 5.52 GST ടോക്കണാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും. എനിക്ക് 2 എനർജി ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 11 GST ടോക്കൺ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും. ഈ ടോക്കണിൻ്റെ വാല്യൂ ഏകദേശം $4 to $4.5 ആണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഏകദേശം $40 to $45 ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മൾ ഓരോ നടത്തത്തിന് ശേഷവും നമ്മൾ ഷൂവിന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ റിപ്പയറിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ റിപ്പയറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് റെസിലൻസ് ഒക്കെ നന്നായിട്ട് നോക്കിയെടുത്തത് കാരണം തന്നെ റിപ്പയറിംഗ് കോസ്റ്റ് വളരെ കുറവാണ് എനിക്ക് വന്നിട്ടുള്ളൂ. 1.45 GST ടോക്കണാണ് റിപ്പയറിംഗ് കോസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എവിടെ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ ഈ ഗ്രീൻ കളറിൽ 100/100 എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഓരോ വാക്കിങ്ങിന് ശേഷവും അവിടെ 97 അല്ലെങ്കിൽ 96/100 എന്ന് കാണാം.
അപ്പോൾ അത് എപ്പോഴും 100/100 ആക്കണം. അപ്പോൾ അതിനവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള GST ടോക്കണ് സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഏൺ ചെയ്ത GST ടോക്കൺ ഉണ്ടല്ലോ, അത് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഷൂവിൻ്റെ റിപ്പയറിങ് കോസ്റ്റും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം ഷൂ ക്ലിയർ ആക്കി വെക്കണം. അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ നടക്കുന്ന സമയത്ത് എഫിഷ്യൻസി കുറയും, നമ്മുടെ ഏണിങ്സ് കുറയും. അപ്പോൾ അതും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയും ക്രിപ്റ്റോ കറൻസി ഏണിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ്. ഹൈലി റിസ്ക് ആണ്. മുന്നേ പറഞ്ഞ പോലെ ഭാഗ്യമുണ്ടെങ്കിൽ ഫണ്ട് തിരികെ കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നുന്നില്ല. ചിലർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. ഉപകാരപ്പെട്ടവരും ഉപകാരപ്പെടാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.